അപ്പം ഗൈസ്, കുട്ടന്റെ ഷിനിഗാമി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. റഷീദ് പാറക്കലാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത്. ഈ കക്ഷി മുൻപ് സെമീർ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ്. അതുപോലെ തന്നെ ഷിഹാബ് ഓങ്ങല്ലൂരാണ് DOP ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. സിയാൻ ശ്രീകാന്ത് ആണ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. അർജുൻ വി അക്ഷയ് ആണ് സംഗീതം ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മുടെ റഷീദ് പാറക്കൽ തന്നെയാണ് സിനിമയുടെ സംഗീതം എഴുതിയിരിക്കുന്നത്. പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അഷ്റഫ് പിലാക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെയാണ് ടെക്നിക്കൽ സൈഡ് വരുന്നത്. ഇനി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഫാന്റസി കോമഡി ജോണറിൽപ്പെട്ട മൂവിയാണ്. എന്നാൽ അതേസമയം തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണർ കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ത്രില്ലർ മൂവി കൂടിയാണ്. പക്ഷേ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്നറിയോ? പണ്ട് 1986 റിലീസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ഉണ്ടായിരുന്നു. സത്യൻ അന്തിക്കാട് ഡയറക്റ്റ് ചെയ്ത് സിദ്ദീഖ് ലാൽ സ്ക്രിപ്റ്റ് ചെയ്ത മൂവിയായിരുന്നു പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ഭയങ്കര രസമുള്ള മൂവിയായിരുന്നു. എനിക്ക് ചെറുപ്പം തൊട്ടേ കണ്ടിരിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു മൂവിയായിരുന്നു. ഒരു ഫാന്റസി ജോണറിൽപ്പെട്ട മൂവി തന്നെയായിരുന്നു അത്. അപ്പം പപ്പൻ എന്ന് പറയുന്ന ഒരു ഗായകന്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ട് പോണ മൂവിയാണ്. പപ്പൻ ഒരു ദിവസം മരിക്കുന്നു. മരണകാരണം പപ്പനും അറിയില്ല. പക്ഷെ യമൻ വരുമ്പോഴാണ് അറിയുന്നത് പപ്പൻ മരിക്കേണ്ട ഡേറ്റിലല്ല മരിച്ചത്, മറിച്ച് കുറച്ചും കൂടി ദിവസങ്ങൾ അയാൾക്ക് ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെ പപ്പന്റെ മരണ ദിവസം അടുക്കുന്നവരേക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം യമൻ കൊടുക്കുകയാണ്. ആ ഒരു കാലത്തിന്റെ ഇടയിലാണ് പപ്പൻ തന്റെ മരണകാരണമൊക്കെ കണ്ടെത്തുന്നത്. അപ്പൊ അതിനോട് റിസംബ്ലൻസ് വരുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും വരുന്നത്. കുട്ടനാണ് പപ്പന് പകരം വരുന്നത്. കുട്ടനായിട്ട് ജാഫർ ഇടിക്കുകയാണ് വരുന്നത്. അപ്പം ഈ ഒരു കുട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു ദിവസം മരിക്കുന്നു. അയാൾക്ക് മരണകാരണം അറിയില്ല. ആ മരണകാരണം കണ്ടെത്താൻ വേണ്ടിയിട്ട് കാലന്റെ അസിസ്റ്റന്റ് ആയിട്ട് വരുന്ന ഇന്ദ്രൻസ് ചെയ്യുന്ന കഥാപാത്രം ഷിനിഗാമി, ആ ഒരു ഇന്ദ്രൻസ് ചെയ്യുന്ന കഥാപാത്രമാണ് വന്നിട്ട് കുട്ടന്റെ കൂടെ നിന്ന് മരണകാരണം കണ്ടെത്താൻ സഹായിക്കുന്നത്. അപ്പം ഈ രണ്ടും ഏകദേശം ഒരേ ഒരു പ്ലോട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ കുറച്ച് വ്യത്യാസം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്കകത്ത് കുട്ടന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട് കുട്ടന്റെ ഫ്രണ്ടായിട്ട് വരുന്ന വാസു എന്ന് പറയുന്ന കഥാപാത്രത്തിന്. കാരണം ഇതിനകത്ത് വാസുവായിട്ട് അഭിനയിക്കുന്നത് പ്രൊഡ്യൂസർ ആയിട്ടുള്ള അഷ്റഫ് പിലാക്കൽ തന്നെയാണ്. അപ്പൊ ഒരു പ്രൊഡ്യൂസർ ഒരു ആക്ടറായിട്ട് വരുമ്പോൾ അതിനു വേണ്ടിയിട്ട് കുറേ അധികം സീനുകളൊക്കെ അനാവശ്യമായിട്ട് വലിച്ചു കുത്തി കയറ്റിയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും അങ്ങനെ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടായിരിക്കും. പക്ഷെ അത്തരം കുറേ സീൻസ് വരുന്ന സ്ഥിതിക്ക് ഈ ഒരു ത്രില്ലർ മോഡ് നിലനിർത്താൻ അവിടെ കുറേ പ്രശ്നങ്ങൾ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സിനിമയുടെ ആ ഒരു ഫ്ലോ പലപ്പോഴും കളയുന്നത് ഇത്തരത്തിൽ അനാവശ്യമായിട്ട് പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് കുത്തി നിറച്ച സീനുകൾ കാരണമാണ്. അല്ലെങ്കിൽ നല്ല രീതിക്ക് പോവേണ്ട ഒരു ത്രില്ലർ മോഡ് മൂവി തന്നെയായിരുന്നു, അതേസമയം തന്നെ ഫാന്റസി കോമഡി ജോണർ മൂവി തന്നെയായിരുന്നു ഇത്. പക്ഷെ കുറെ അനാവശ്യമായിട്ടുള്ള സീൻസ് ഒക്കെ ഈ ഒരു പ്രൊഡ്യൂസറുടെ കഥാപാത്രത്തിന് വേണ്ടി സിനിമയ്ക്കകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ കഥയിലേക്ക് കൂടുതലായിട്ട് വരികയാണെങ്കിൽ, തിങ്കളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. കുട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, കുട്ടന്റെ സൗഹൃദങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് മരണാനന്തരമുള്ള ഒരു മരണ വീടിനകത്ത് നടക്കുന്ന കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് ആ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈടെക് ആയിട്ടുള്ള ഒരു കാലനായിട്ടാണ് ഇന്ദ്രൻസ് അഭിനയിച്ചിരിക്കുന്നത്. ജാഫർ ഇടുക്കിയുടെ കഥാപാത്രം, കുട്ടൻ എന്ന കഥാപാത്രം എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്തു, അതുപോലെ തന്നെയാണ് ഹൈടെക് കാലനായിട്ടുള്ള ഇന്ദ്രൻസിന്റെ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ചിലയിടത്തൊക്കെ കോമഡിയൊക്കെ നല്ല രീതിയിൽ അത് വർക്കായിട്ടുണ്ട്. പിന്നെ ജനാർദ്ദനന്റെ ഒരു വോയിസ് ഓവർ ഒക്കെ ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. യമദേവനായിട്ടുള്ളൊരു വോയിസ് ഓവർ ഒക്കെയാണ്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നോളജിക്ക് അനുസരിച്ച് മാറുന്ന കാലൻ, അതുപോലെ തന്നെ ടെക്നോളജിക്ക് അനുസരിച്ച് മാറുന്ന യമലോകത്തെ ജീവിതങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമയ്ക്കകത്ത് ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ട് കാണിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കാണിക്കുമ്പോഴും ഇതിനകത്തൊരു പരിമിതിയായിട്ട് വരുന്നത് കുട്ടന്റെ മരണ കാരണം തന്നെയാണ്. സിനിമയിൽ ഉടനീളം അന്വേഷിക്കുന്നത് കുട്ടൻ എങ്ങനെ മരിച്ചു എന്നാണ്. ആ ഒരു മരണ കാരണം കണ്ടു കഴിയുമ്പോൾ ഇത്ര ഉള്ളായിരുന്ന ഒരു മരണകാരണം എന്നുള്ള ഫീൽ നമുക്ക് വരും. കാരണം നമ്മുടെ ലോജിക്കിനെ ഒട്ടും തൃപ്തിപ്പെടുത്തുന്ന ഒരു മരണകാരനല്ല കാണിച്ചിരിക്കുന്നത്. വളരെ വളരെ നിസ്സാരമായ ഒരു കാരണത്തിന്റെ പേരിലാണ് കുട്ടൻ കൊല്ലപ്പെടുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിനായിരുന്നു നമ്മൾ ഈ സിനിമ കണ്ടെന്നുള്ള ഫീലൊക്കെ വരും. പിന്നെ ഈ മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണെന്നുള്ള രീതിയിൽ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ രീതിയിൽ അതിനങ്ങ് കണ്ടു തീർക്കാൻ പറ്റുന്നതുമാണ്. പിന്നെ സിനിമയ്ക്കകത്ത് നടി പ്രിയങ്ക ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ മലയാള സിനിമയിൽ ഇതുപോലെ കാണുന്നത്. അവർ നല്ല രീതിയിൽ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അനീഷ് ജി മേനോൻ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്യാരക്ടറിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ലോജിക് ഒന്നും സിനിമയ്ക്കകത്ത് നോക്കരുത്. അങ്ങനെ കുറച്ചധികം ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സുനിൽ സുഗതിയൊക്കെ വന്നിട്ടുണ്ട്. പുള്ളിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. 1-2 ഡയലോഗ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പോസ്റ്ററിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പുള്ളിയെ വെറുതെ ഒരു കഥാപാത്രമൊന്നും ഇല്ലാണ്ട് ചുമ്മാ വന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരിക്കുക. അല്ലാണ്ട് ഒരു പ്രാധാന്യമുള്ള കഥാപാത്രമൊന്നുമല്ല. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രീജിത്ത് രവി ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം തന്നെ ഒരു വില്ലൻ ക്യാരക്ടറുമാണ്, അതേസമയം തന്നെ കോമഡിയും ചെയ്തിട്ടുണ്ട്. കോമഡിയൊക്കെ നല്ല രീതിയിൽ ശ്രീജിത്ത് രവി ചെയ്തിട്ടുണ്ട്.
അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് സിനിമയുടെ കാര്യങ്ങൾ വരുന്നത്. കുഴപ്പമില്ലാണ്ട് എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ലോജിക്കും കാര്യങ്ങളൊക്കെ തൽക്കാലം അങ്ങ് മാറ്റി വെച്ചിട്ട് ഇതൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണെന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ലാത്തൊരു സിനിമ തന്നെയാണ്. ഒരു ഫാന്റസി സംഭവമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പലയിടത്തും ആ ഫാന്റസി ഒക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് മരണാനന്തരമുള്ള പല ഭാഗങ്ങളും ഇന്ദ്രൻസ് ചെയ്തിട്ടുള്ള ആ കാലന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിനിഗാമിയുടെ പല രംഗങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്ക് വലിയ ലോജിക്കൊന്നും ഇല്ലാണ്ട് എല്ലാ ലോജിക്കും മാറ്റി വെച്ചിട്ട് ഈ സിനിമ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ധാരണയിൽ പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന തരക്കേടില്ലാത്ത ഒരു ബിലോ ആവറേജ് മൂവി തന്നെയാണ് കുട്ടൻ്റെ ഷിനിഗാമി എന്ന് പറയുന്നത്.